ആണോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കൊടുക്കാറുന്നല്ലോ നമുക്ക്. ഇത് ഓൾറെഡി ന്യൂസ്. ഇത് സ്കീമല്ല, സ്കാമാണ്. നമുക്ക് രണ്ടിലും നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലാൻ ഉണ്ട്, ഒരു എംബെല്ലാം പരിപാടി ഉണ്ട്. ഹലോ, ഇതാരാ? സാബ്ഗുരു സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ശബ്ദമില്ല. ഹലോ, ഇതെന്താ ലുക്കൊക്കെ മാറിയാ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയണേ, നിങ്ങളിപ്പോ ഈ സിറ്റിയിലെ പാപ്പരല്ലേ? പൈസക്കാരൻ തന്നെയാണ്. ബാക്കി പൈസ ഉണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ ഓർത്ത് നിങ്ങള് എല്ലാവർക്കും പൈസ എല്ലാം താഴെ കൊടുത്ത് 1000 കോടിക്ക് 2000 കോടിക്ക് പമ്പ് എടുത്ത് നിങ്ങൾ മുടിഞ്ഞെന്ന്. ഇത് ഇത് ഒരക്കൗണ്ടിൽ നിന്ന് ഇത്ര താങ്ങുമോ ഇത്? ഞാൻ വേണേ കുറച്ച്, നമുക്ക് രണ്ടിലും നല്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് പ്ലാൻ ഉണ്ട്, ഒരു എംബെല്ലാം പരിപാടി ഉണ്ട്. ഈ ആളെ ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഭയങ്കര ഈസിയാ സാംഗുരു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സാംഗുരു എന്റെ ഒരു 3000 കോടി രൂപ തരുന്നു. 3000 കോടി രൂപ തന്നിട്ട് സാംഗുരുവിന് ഒരു ലെഫ്റ്റും ഒരു വിങ്ങും ഒരു റൈറ്റ് വിങ്ങും ഉണ്ട്. ഇപ്പൊ ആദ്യം എന്നെ 3000 കോടി രൂപ ഏൽപ്പിക്കുമല്ലോ. ഈ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ ആക്സസ്, കമ്പനി ആക്സസ് ഫുള്ള് തരും. അപ്പൊ സാംഗുരുവിന് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റിലും റൈറ്റിലും ഓരോ വിങ് വരും. ഈ ലെഫ്റ്റ് വിങ്ങിൽ ഒരാൾ വരുന്ന സമയത്ത് ഒരാളെ ലെഫ്റ്റ് വിങ്ങിൽ ചേർക്കുമ്പോൾ സാംഗുരുവിന് അവരുടെ അടുത്ത് നിന്ന് 300 കോടി രൂപ മേടിക്കാം. അതിൽ നിന്ന് 100 കോടി രൂപ 100 കോടി രൂപ എനിക്ക് തരണം. അപ്പൊ സാംഗുരുവിന്റെ 200 കോടി. ഇതുപോലെ സാംഗുരുവിന് ഒരു റൈറ്റ് വിങ് ഉണ്ട്. റൈറ്റ് വിങ്ങിൽ വരുന്നവരും ഇത് 300 കോടി മേടിക്കണം. ഇത് 100 കോടി എനിക്ക് തരണം. ബാക്കി 200 കോടി സാംഗുരു. അപ്പൊ തന്നെ സാംഗുരുവിന് 400 കോടി കിട്ടി. ഇനി ഈ റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിലുള്ള ആൾക്കാരില്ലേ, അവരുടെ അണ്ടറിൽ ഓരോരുത്തരെ ചേർക്കുമ്പോ അതിന്റെ പൈസ സാംഗുരുവിന് വന്നോണ്ടേ ഇരിക്കും. മനസ്സിലായ? ഇത് സത്യം പറഞ്ഞ ഇത് ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട സ്കീമാണത്. എന്താണ്? 3000 കോടി തന്നാല് 2 ആഴ്ച കൊണ്ട് 6000 കോടി തിരിച്ചു. ആർപി നിർത്തുമല്ലേ? ബിസിനസ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ്, എന്ത് ബിസിനസ് ആണ്? അതൊന്നുമല്ല. അതെന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇവിടെ ഫാമിലീസ് ഇല്ലേ, അവരൊക്കെ കൺസ്യൂമറിന് പൈസ കൊടുക്കും. അതപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കൺസൈൻമെന്റിന് പൈസ കൊടുക്കുമോ? കൺസൈൻമെന്റിന് ഫണ്ട് ചെയ്യും. കൺസൈൻമെന്റിന് ഫണ്ട് ചെയ്യും. കേട്ടില്ല. കൺസൈൻമെന്റ് എടുക്കല്ലേ പറ്റേ? അതിന് ഫണ്ട് ചെയ്യോ? അതിന് ഫണ്ട് ചെയ്യും. അപ്പൊ ഇത് എങ്ങനെ തിരിച്ചിത്രയായിട്ട് കിട്ടും? 60%. അതായത് ലാഭം കൺസൈൻമെന്റിന്റെ 60% തിരിച്ചു. എനിക്കത് അതിന്റെ ലോജിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പൊ കൺസൈൻമെന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് കൺസൈൻമെന്റ് 100 കണ്ണ് കിട്ടുകയാണെങ്കിൽ അതില് പുള്ളി പൈസ കിട്ടും നമുക്ക് കൺസൈൻമെന്റ് അടിക്കാനുള്ള. 65 കോടി, 70 കോടി, എത്രയാണോ നമുക്ക് എത്രയാണോ വരുന്നത് അത്രയും പൈസ പുള്ളി തരും. അടിച്ചു കഴിയുമ്പോ നമുക്ക് 100 കണ്ണാണ് കിട്ടുന്നതെങ്കിൽ അതിൽ 40 കണ്ണ് പുള്ളിക്ക്, 60 കണ്ണ് നമുക്ക്. 60 കണ്ണ് പുള്ളിക്ക്, 40 കണ്ണ് നമുക്ക്. 60 കണ്ണ് നമുക്ക്. എന്നിട്ട് ഈ ഗണ്ണ് വിറ്റിട്ട് പൈസ ആക്കും. ഈ ഗണ്ണ് വിറ്റിട്ട് പൈസ ഒരു ഗണ്ണിന് 18. ഇത് ആരുടെ ഐഡിയ? നല്ല തലയുള്ള ആരുടെ ഐഡിയ ആണെന്ന് തോന്നല്ലോ. മണ്ടനാണ് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പിടിച്ചു കൊടുക്കാറുന്നല്ലോ നമുക്ക്. இது ஆல்ரெடி நியூஸ்ல ഉണ്ട്. இவரு நிறைய ஒரு 100 கன்னு ஏற்கனவே வித்திருக்காரு. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയാവോ? ഇതൊക്കെ കോച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ പറയരുത്. അതിങ്ങനെ ബോംബായിട്ട് വെക്കണം. എന്നിട്ട് പയ്യെ 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 പൊട്ടിക്കണം. മനസ്സിലായ? ശരി ശരി ശരി. മണ്ടൻ. സോറി.
ജപ്പാനിൽ പോയിട്ടുണ്ട് പോലും. 2 weeks fix ചെയ്തു. ഇത് സ്കീമല്ല, സ്കാമാണ്. പറ്റില്ല നമ്മളൊക്കെ ഇത്ര കോടിച്ചമാരായത്. നോക്കിയേ, 2000 Night. യൂണിറ്റ് 100,000 10,000 lakh 10 lakh crore சாப்குரு 10 crore 100 crore. என்ன பண்றீங்களோ அறியல മുതുക്ക് ഇങ്ങനെ പറയും 2400 കോടി അതിൽ വന്നത് എല്ലാം ചെയ്തിട്ടാണ് ഞാൻ, മനസ്സിലായ എന്റെ ഇടത്തും വലത്തും ആൾക്കാരെ ചേർത്താണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചത്. മുതുക്ക് പമ്പ് എടുത്തിട്ട് അത് റീഫിൽ ചെയ്തിട്ടേ ഇല്ല, അവിടെ പെട്രോളേ ഇല്ല. എനിക്ക് തന്നിട്ടില്ല. പീഡിയാണ് പെട്രോൾ അടിക്കട്ടെ, പീഡിയാണെന്നാണ് അനൗൺസ്മെന്റ് കിട്ടുന്നത്. ചാവി തന്നിട്ടില്ല അപ്പൻ. എല്ലാവർക്കും വരാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ, ആർക്കും കേറാൻ പറ്റുന്നില്ല, 15 പേർക്ക് കേറാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ഇത് ഒരുപാട് നീട്ടിക്കൊണ്ട് പോയാലും പ്രശ്നമാവുമെന്ന് തോന്നുന്നു. അതൊരു പ്രശ്നത്തിലാണ്. ഹാപ്പി ബർത്ത്ഡേ CVA കാട്ടാളത്തിൽ. നമുക്ക് 11 മണി വരെ നോക്കാം കേസ്. 11 മണിയാകുമ്പോൾ നമുക്ക് മീറ്റിംഗ് ആയിട്ട് അനൗൺസ് ചെയ്യാം. ഓക്കെ, 11 മണിയാകുമ്പോൾ 10 മിനിറ്റ് കൂടെ 10 മിനിറ്റ് കൂടെ നോക്കിയിട്ട് തുടങ്ങാം. ഗ്യാങ് ഫണ്ട് പറയാം.